ഗൈസ്, നവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ എ ലോങ് ടൈം, കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇതൊരു 3rd or 4th ടെമ്പിൾ വിസിറ്റാണ്. ബേസിക്കലി ഞങ്ങളൊരു എത്തിസ്റ്റാണ്. ഞങ്ങൾക്ക് അങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ബാക്കി കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെയും സംടൈംസ് നമ്മൾ കുറച്ച് ഡൗൺ ആണ് തോന്നുമ്പോൾ, ഞാൻ കുറച്ച് വീക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ കുറച്ച് യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്ട്രോങ് ആണ്. പിന്നെ ഞങ്ങൾക്കിങ്ങനെ റെഡിയായി ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിൽ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ. പിന്നെ ഈ സെലിബ്രേഷൻ ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പ്രസാദമൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. നവരാത്രിയൊക്കെ ആയതുകൊണ്ട് മറ്റേ പുഴുക്ക് എന്ന് പറയും, പയറും അവിലും മലരും വെല്ലം അതൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട്. ഇവിടെ എന്താ കിട്ടാന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ അമ്പലത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും നമുക്ക് വലിയ പരിചയമില്ല. പോയി നോക്കാം, വല്ലതും കിട്ടിയാൽ ലാഭം. നമ്മളിപ്പോൾ വന്നത് തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിളിലാണ്. ആരുമില്ല ഇവിടെ, എല്ലാവരും പോയി തോന്നുന്നു. ആക്ച്വലി എൻഡായി സമയം, ഇത് അടയ്ക്കാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് അടയ്ക്കോ ഇല്ലേ, പോകാൻ പറ്റുമോ. കുറച്ച് നേരമായി നമ്മൾ വലം വെക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോകണമെന്നൊരു ഐഡിയ ഇല്ല. സോ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ആരുമില്ല. ലുക്ക്, കണ്ണുക്കുൾ പൊത്തി വൈപ്പേൻ എൻ ചെല്ല കണ്ണനേവ ദിതിത്ത തൈജതിക്കുൾ എന്നോട് ആടവാവ അടിക്കടി ഉന്നെ പിടിക്ക ഞാൻ മന്ത്രാടിട. ആക്ച്വലി ഇവിടെ പ്രസാദം ഇല്ല എന്നാ വിചാരിച്ചത്. ഞങ്ങളെ ഇറങ്ങാൻ നേരത്ത് ഞങ്ങളെ തിരിച്ചു വിളിച്ച് പ്രസാദം തന്നു. സോ ബ്ലെസ്ഡ്. അല്ലാതെ എന്താ പറയാ, ആർക്കും കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം കിട്ടി, കുറച്ച് പേർക്ക്. ഞങ്ങൾക്കും പിന്നെ വേറെ കുറച്ച് പേർക്കും കൂടെ കിട്ടി. ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനെ ഞങ്ങളുടെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. സോ ഹാപ്പി, ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ ആയി. പ്രസാദം കൂടി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. യാ, അപ്പോൾ ഓക്കെ, ബൈ.